ഹായ്, ഇന്ന് എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയി. ഓച്ചിറയിലാണ് പോയത്. ഓണാട്ടുകരക്കാരുടെ സ്വന്തം ഓച്ചിറ അമ്പലം. വീട്ടിൽ ജമന്തിയൊക്കെ കിളിച്ചപ്പോഴേ വിചാരിച്ച് ഓച്ചിറയിൽ അത് കൊണ്ട് കൊടുക്കണമെന്ന്. അങ്ങനെ വാഴയിലിൽ അതിലാക്കി കൊണ്ടുവന്ന്. പിന്നെ ആ കാണുന്ന കുളത്തിലാണ് അവിടെ ഓച്ചിറക്കളിയൊക്കെ നടക്കുന്നത്. ആ അമ്പലം വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുണ്ട്. അതിൽ നിന്ന് ഒരു കിഴങ്ങ് അമ്മ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ആൽത്തറയിൽ പോയി ഭഗവാനോട് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പറഞ്ഞ് പിന്നെ അപ്പൂപ്പൻകാവിൻ്റെ അവിടെ പോയി കുഞ്ഞിനെ പുള്ളോം പാട്ട് കേട്ടുകൊണ്ട് അത് അവിടുന്ന് വരുന്നതേ ഇല്ല, അതും കേട്ടുകൊണ്ട് നിൽക്കും. പിന്നെ പിടിച്ചു കൊണ്ടുവന്ന് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. കുറേ നാളിന് ശേഷം ഓച്ചിറയിൽ ആഹാരം കഴിക്കുന്നത്. അതൊക്കെ വയറ് നിറയെ കഴിച്ച് പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച്. ഞങ്ങളിവിടെ കൂടുതലും വരാറുള്ളത് രാത്രി 7 മണിയൊക്കെ ആകുമ്പോഴാണ്. വന്ന് ദീപാരാധനയ്ക്ക് മുമ്പേ വരും. വന്നെല്ലാം കണ്ട് ആൽത്തറയിൽ ഇരുന്ന് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞങ്ങളിവിടെ വരും. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞേ പോകത്തുള്ളൂ. അപ്പോൾ കിട്ടുന്നൊരു എനർജി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഹരിപ്പാട്ട് പോയായിരുന്നു. അവിടെ ചെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്ത് കേക്കൊക്കെ മേടിച്ച് കഴിച്ച് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഈ കിഴങ്ങാണ് അവിടുന്ന് കൊണ്ടുവന്നത്. പിന്നെ അത് ബേസിനകത്ത് മണ്ണും വളങ്ങളും ഒക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് കിട്ടിയ നീതി അങ്ങനെ സെറ്റ് ചെയ്തൊക്കെ വെച്ച് മറ്റേ ബേസിനകത്തിരിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ കുളത്തിൽ നിന്ന് കൊണ്ടുവന്ന് കിഴങ്ങിട്ട് കിളിപ്പിച്ചാണ്. നിറയെ പൂവുണ്ടായി. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ബായ്.